ഹായ് ഗായ്സ്, ഞാൻ പണിയെടുക്കുന്ന തോട്ടത്തിലാണുള്ളത്. പണി നിർത്തിയിട്ട് ഒരാഴ്ചയായി. ഇനി ഈ പ്ലാസ്റ്റിക് എല്ലാം പറിച്ചു കളയണം. ഈ പ്ലാസ്റ്റിക് പറിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പഴുതാര, നല്ല വിഷമുള്ള വേനം പാമ്പ് എല്ലാം വന്ന് കൂടും. ഇത് സീസൺ കഴിഞ്ഞാൽ അപ്പാട് ഈ പ്ലാസ്റ്റിക് പറിച്ചു കളഞ്ഞ് ഈ പശയും കൂടി ചുരണ്ടി കളയണം. ഈ പശ ചുരണ്ടി കളഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന് സ്റ്റാപ്ലർ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്ത സീസണിൽ പണിയെടുക്കുമ്പോൾ ഈടെ എത്തുമ്പോൾ ആ സ്റ്റാപ്ലർ കൊണ്ടിട്ട് കത്തീൻ്റെ മുനയെല്ലാം പോവും. അതുകൊണ്ട് ഈ പണി കഴിഞ്ഞ പാട് ഈ പശ ചുരണ്ടി കളയേണ്ടതാണ്. പ്ലാസ്റ്റിക്കും പറിച്ചു കളഞ്ഞ് പശയും ചുരണ്ടി കളയണം. പ്ലാസ്റ്റിക് പറിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ ചെറിയ ചെറിയ പഴുതാര, ചെറിയ ചെറിയ പാമ്പുകൾ എല്ലാം വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടും. ഇതിൻ്റെ ഉള്ളിൽ കൂടും. അന്നേരം പിന്നെ അത് വിഷമാണ്. വലിയ ചേരിയും എലി ഉണ്ടാവും. എലി വന്നിട്ടാകുമ്പോൾ വലിയ ചേരിയും എല്ലാം മരത്തിൻ്റെ മേലെ വരും. രണ്ട് മൂന്ന് വേനൽ മഴ കിട്ടിയതിൻ്റെ ഒപ്പം നല്ല കാടായി. ഇനി ഈ പർവ്വത്തോട്ട് നടക്കാൻ തന്നെ വിഷമാണ്. ഇനി 6 മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ പറമ്പത്ത് പണിയുണ്ടാവുള്ളൂ. പറമ്പത്തെല്ലാം നല്ല കാട് കയറി മൂടിയിട്ടുണ്ട്. മൊത്തം കാടായി. അതിലിടക്ക് പ്ലാസ്റ്റിക് പറിക്കൽ, ചിരട്ട എടുത്ത് മാറ്റൽ. ചിരട്ട എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ ചട്ടിയും കമ്പിയും കയറും ഞാൻ കൊല്ലത്തിലെടുത്ത് മാറ്റലുണ്ട്. മാറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള വള്ളികൾ വന്നിട്ട് പടന്ന് പിടിച്ചിട്ട് കമ്പിയും ചിരട്ടയൊന്നും കാണാണ്ടാവും. അന്നേരം പിന്നെ മിഷമയൊക്കെ വയക്കുന്നുണ്ടെങ്കിൽ അന്നേരം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കമ്പിയും ചിരട്ടയും കയറും എല്ലാം അയച്ചിട്ട് മാറ്റി നേർക്ക് വെക്കലാണ്. എന്നിട്ട് പിറ്റേത്തെ കൊല്ലം അതന്നെ എടുക്കും. റബ്ബർ ഇവിടെ ടാപ്പിങ് തുടങ്ങിയ കൊല്ലം തൊട്ടിട്ട് 5, 8, 10 വർഷമായി. അന്നേരം തൊട്ടിട്ടുള്ളതാണ് ഈ ചിരട്ടിയും കമ്പിയും കയറെല്ലാം. പച്ച കാട് കാണാൻ നല്ല വൃത്തിയാണ്. നമുക്ക് കൂട്ടിനെപ്പോൾ എൻ്റെ കൂടെ ഒരു പട്ടിയുണ്ട്. അതുകൊണ്ട് പേടിയില്ല. അല്ലെങ്കിൽ കുറച്ച് പേടി തന്നെയാണ്. ഇവരുണ്ടാകുമ്പോൾ ഒരു ധൈര്യമാണ്. നടക്ക് പോല നടക്കടാ പിങ്കി.